കേരളത്തിന്റെ തേങ്ങലായി മാറിയ വയനാടിന് വീടൊരുക്കാൻ തിരുവല്ല നിയോജക മണ്ഡലത്തിലെ 11 പഞ്ചായത്തുകളുടെ സഹകരണത്തോടെയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. മാത്യു ടി തോമസ് MLAയുടെ അധ്യക്ഷതയിൽ ജനപ്രതിനിധികളുടെയും പൊതുപ്രവർത്തകരുടെയും യോഗത്തിലാണ് ഈ തീരുമാനം. ഒറ്റ രാത്രി കൊണ്ട് പ്രകൃതിക്ഷോഭം കാരണം ദുരിതത്തിലായ വയനാട് ജനതയെ സംരക്ഷിക്കാൻ രാജ്യമൊന്നാകെ കൈകോർക്കുമ്പോൾ അതിന്റെ ഭാഗമാവുകയാണ് തിരുവല്ലയും. 2018-2019 പ്രളയത്തിൽ വലിയ ദുരിതമാണ് തിരുവല്ലയിലുണ്ടായത്. അന്ന് തിരുവല്ലയ്ക്ക് ആശ്വാസമായി നിരവധി ജില്ലകളിൽ നിന്ന് സഹായഹസ്തങ്ങൾ എത്തിയിരുന്നു. ഇന്ന് കേരളത്തിന്റെ വലിയ തേങ്ങലായി വയനാട് മാറുമ്പോൾ തിരുവല്ലയും വയനാട്ടിലെ ദുരിതക്കയത്തിൽപ്പെട്ട സഹോദരങ്ങൾക്ക് സഹായമെത്തിക്കാനുള്ള ഒരുക്കത്തിലാണ്. പരമാവധി ആളുകൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇക്കാര്യത്തിന് വേണ്ടി പണം നൽകുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയെടുക്കണം. കഴിഞ്ഞ ദിവസം ഒരു പഞ്ചായത്ത് മെമ്പറോട് പറഞ്ഞ ഒരു മാസത്തെ ഉണവലി കൊടുക്കുക, അതെല്ലാവർക്കും മാതൃകയാക്കാം. MLA നിലയിൽ എൻ്റെ ഒരു മാസത്തെ ശമ്പളം ഞാൻ അതിനുവേണ്ടി പൂർണ്ണമായി നൽകുകയാണ്. മറ്റ് തരത്തിൽ ആളുകൾക്ക് അവരുടെ കഴിവനുസരിച്ച് CMDRF എന്ന എഴുതി അല്ലെ ചീഫ് മിനിസ്റ്റർ ഡിസ്ട്രസ് റിലീഫ് ഫണ്ട് എഴുതി ക്രോസ് ചെയ്ത ചെക്കുകൾ കളക്ടറേറ്റിൽ ഏൽപ്പിക്കാം. ഇതിന്റെ ഭാഗമായി തിരുവല്ല MLA മാത്യു ടി തോമസിന്റെയും സബ് കളക്ടർ സഫ്നാൻ നസറുദ്ദീന്റെയും നേതൃത്വത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെയും ജനപ്രതിനിധികളുടെയും പൊതുപ്രവർത്തകരുടെയും യോഗം തിരുവല്ലയിൽ ചേർന്നു. നിരവധി സാധനങ്ങൾ പല ഭാഗത്തു നിന്ന് എത്തുന്നതിനാൽ ദുരിതബാധിതരുടെ പുനരധിവാസത്തെ ലക്ഷ്യമാക്കി വീടുകൾ വെച്ച് നൽകി ആശ്വാസമാകാനാണ് തിരുവല്ല ജനതയുടെ തീരുമാനം. ഓരോ പഞ്ചായത്തുകൾ ഓരോ വീട് വെച്ച് നൽകിയാണ് വയനാടിന് കൈത്താങ്ങാകുക. കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട.